നമ്മുടെ സെക്രട്ടേറിയറ്റ് സായി അദ്ദേഹത്തിന് എയർപോർട്ടിൽ നിന്നൊരു അനുഭവം കിട്ടി. അത്ര നല്ല അനുഭവമല്ല കിട്ടിയിരിക്കുന്നത്. അത് കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം അതിനെക്കുറിച്ചൊരു വീഡിയോ ഇട്ടു. നമുക്ക് ആദ്യം ഒന്ന് കേട്ട് നോക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ഇഷ്യൂ ലൈഫിൽ കണക്റ്റ് ആയിട്ടുണ്ടോ എന്ന് പറയാം. എനിക്കിതുണ്ടായിട്ടുണ്ട് ലൈഫിൽ. ഈ ഇഷ്യൂ തന്നെ ഇതുപോലുള്ള ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്കും ജീവിതത്തിൽ അനുഭവം കാണും, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ പറഞ്ഞ് നിങ്ങൾക്ക് അനുഭവം കാണുമായിരിക്കും. ഒരു പക്ഷേ ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ രാവിലെ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, കുറേയൊക്കെ എന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നവർ കണ്ടു കാണും. കൊച്ചിൻ എയർപോർട്ടിൽ ഞാൻ ദുബായിൽ നിന്ന് വന്നിറങ്ങി. ഞാൻ അവിടെ ഡിപ്പാർച്ചറിൻ്റെ ഗേറ്റ്, ഓക്കെ, ആ ഫൈനൽ ആ ഗേറ്റിന് കടന്നാൽ പുറത്തിറങ്ങാന്നുള്ള അവസ്ഥയിൽ നിൽക്കുമ്പോണ്ട് കുറച്ച് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അത് വിളിക്കുന്നത് എങ്ങനെ അറിയാം നമ്മളെ പുറത്തേക്ക്. നമ്മൾ എല്ലാം കഴിഞ്ഞടേ, ദുബായിൽ ചെക്കിങ് കഴിഞ്ഞു, അവിടുന്ന് കൊച്ചിയിൽ ചെക്കിങ് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, ക്ലിയറൻസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങാൻ നിൽക്കുമ്പോൾ ആ ഡോറിൻ്റെ കുറച്ചിങ്ങോട്ട് ഒരു അവിടെ ഇങ്ങോട്ട് വരുമ്പോൾ റൈറ്റിലും ഇവിടെ നാട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡുമായിട്ട് മറ്റേ 2 സ്കാനറും വെച്ചിട്ട് നിൽക്കുകയാണ്. നിന്നോട്ടെ, അവരുടെ ഡ്യൂട്ടിയാണ്, വിഷയമുള്ള കാര്യമൊന്നുമല്ല, അവർ നിന്നോട്ടെ. എന്നിട്ട് വിളിക്കുന്നത് എങ്ങനെ അറിയോ? ഡോ എടാ ഒരുമാതിരി നമ്മളെന്തോ വലിയ തെറ്റുകാർ, അല്ലെങ്കിൽ നമ്മളെന്തോ ഒരു പുച്ഛം പോലെ വിളിച്ചിട്ട് വേഗം ഇട്ടേക്ക്, ഞാൻ പോയാൽ ഇനി ഞാൻ ഉദ്യോഗസ്ഥനോട് ചോദിച്ചു, സാറേ എന്താ വിഷയം, എന്താ കാര്യം, ഇതൊന്ന് സ്കാൻ ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഡ്യൂട്ടി നിങ്ങൾ ചെയ്ത, പക്ഷേ എനിക്ക് പറഞ്ഞു തരണം ഈ പോകുന്ന മുന്നിൽ, അതായത് ഞാൻ വന്ന അതേ ഫ്ലൈറ്റിൽ സ്ത്രീകളും കുട്ടികളും പിന്നെ കുറച്ച് വെൽ ഡ്രസ്ഡ് എന്ന് സോക്കോൾഡ് സൊസൈറ്റി പറയുന്ന കുറച്ച് ക്ലീൻ ഷേവ് ചെയ്ത് മുടിയൊക്കെ ചീന്തി കാണുമ്പോൾ തന്നെ ഒരു മാന്യതയുടെ ഒരു പര്യായമായിട്ട് നിൽക്കുന്ന ഒരു ഡ്രസ്സിങ്ങും ഒരു അപ്പിയറൻസും ഉള്ള ആളുകളൊന്നും ഒരു മൈൻഡ് ചെയ്യുന്നില്ല. ചിലർ ഒക്കെ ഇങ്ങനെ നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ടോ ഫാമിലിയാണോ ഒന്ന് പോയിക്കോളൂ. മനസ്സിലായോ? ഒരേ ഫ്ലൈറ്റിൽ വന്ന ആൾക്കാരാണ്. എനിക്ക് രസം താടിയുണ്ട്, എൻ്റെ കയ്യുമ്മ ടാറ്റു ഉണ്ട്, എൻ്റെ മുടി കളർ ചെയ്തിട്ടുണ്ട്, പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സും കുറച്ചൊരു മനസ്സിലായില്ലേ ജെൻ എക്സ് സാധനമാണ്. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമ്മളെന്തോ കൊടൂര ഭീകരരാണ് എന്നുള്ള രീതിക്കാണ് ഈ നിൽക്കുന്ന ഓഫീസർമാർ നമ്മളോട് പെരുമാറുന്നത്, എന്നോട് പെരുമാറിയത്. ഞാനത് സ്കാൻ ചെയ്തു, തിരിച്ചു വന്നു. ഞാൻ ആ സാറിൻ്റെ അടുത്ത് പോയി ചോദിച്ചു വളരെ മാന്യമായിട്ട്, സാർ എന്നെ മാത്രം എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ കുറച്ച് സെലക്ട് ചെയ്ത ആളുകളെ മാത്രം നിങ്ങൾ, ആ സെലക്ട് ചെയ്ത ആളുകളും ഈ പറഞ്ഞ പോലെ എന്നെ പോലെ തന്നെ താടിയുണ്ട്, അത്യാവശ്യം മുടിയുണ്ട്, അല്ലെങ്കിൽ ഒരു കാണുമ്പോൾ തന്നെ ഒരു എന്താ പറയുക, അങ്ങനെ ഒരു അവർക്ക് എന്തൊരു കാറ്റഗറി ചെയ്തൊരു ഡ്രസ്സിങ്, അത് മാത്രം ഫോക്കസ് ചെയ്യുക. ഇതാ ജനഗണമനയിൽ പൃഥ്വിരാജ് പറഞ്ഞ പോലെ അവനെ കണ്ടാലറിയാം അവൻ ചെയ്യും, അവനെ കണ്ടാലറിയാം, എന്ത് കണ്ടാലറിയാം. ഇവിടെ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ സ്വർണവും മദ്യവും മയക്കുമരുന്നും ഒക്കെ ഇപ്പോൾ ആരെ മറയാക്കി, സ്ത്രീകളെയും കുട്ടികളെയും മറ്റേ ഡോഗ്സിനെ വരെ മറയാക്കിയിട്ടാണ് ഇവിടെ കടത്തിക്കൊണ്ടിരിക്കുന്നത്. പല കേസുകളിലും പിടിക്കുമ്പോൾ സ്ത്രീകളും കുട്ടികളും മറ്റേ ഡോഗും അതും ഇതൊക്കെ ആയിട്ടാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിദേശ യാത്ര കഴിഞ്ഞ് വന്നിട്ട് ഇനി കൊണ്ടുവരാനുള്ളവനാണെന്നുണ്ടെങ്കിലും ഇവിടെ കൊണ്ടുവരാനുള്ളവന് ഈ ലുക്കോ അല്ലെങ്കിൽ മറ്റേ പരിപാടിയൊന്നുമില്ല. രമേഷ് പിഷാരടി മറ്റേ സിനിമയിൽ ഷർവാണി ഇട്ട് പോയിട്ടാ മറ്റേ സെറ്റപ്പായത്, അല്ലാന്ന്. അങ്ങനെയുള്ള ടീംസിനെ വരുന്ന നല്ലവന്മാരാ. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഒരു ഫ്ലൈറ്റിൽ വരുന്ന എല്ലാവരെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യണ്ടേ? അല്ലെങ്കിൽ അതിനൊരു കാര്യമോ കാരണമോ വേണം. കാര്യവും കാരണമൊന്നുമില്ല, നിന്റെ ലുക്കാണ് നിന്റെ പ്രശ്നം, എൻ്റെ ലുക്കാണ് എൻ്റെ പ്രശ്നം. ആ സാറ് പറയാം, നിന്റെ എന്ത് അപ്പിയറൻസ്, നിന്റെ അപ്പിയറൻസിന് എന്താ പ്രശ്നം? അങ്ങനെ കുറേ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ഉണ്ട്. പിന്നെ റെസ്പെക്റ്റ് എന്ന് പറഞ്ഞ സാധനം, നമ്മൾ അങ്ങോട്ട് സാർ എന്ന് വിളിച്ചിട്ടാണ് പല ഗവൺമെൻറ് ഒഫീഷ്യൽസിനെയും നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കാറ്. സാർ പലതല്ല, എല്ലാവരെയും നമ്മൾ സാർ എന്നാ വിളിക്കാറ്. തിരിച്ചും കിട്ടണ എന്താ പോടാ പോടാ എന്നിരിക്കുന്നു. ഇവൻ്റെയൊക്കെ അച്ഛന് വേറെ ഏതോ സെറ്റപ്പിലുണ്ടായ മക്കളെ പോലെ എന്താ വാടാ പോടാന്ന്. ഉളുപ്പും നാണവും മാനവും ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യുന്ന ജോലിയിൽ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ നിങ്ങളെ ജോലി ചെയ്യുമ്പോൾ നിങ്ങളുടെ മുന്നിൽ വരുന്ന സാധാരണക്കാരെ നിങ്ങൾ ബഹുമാനിക്കണം, റെസ്പെക്റ്റ് ചെയ്യണം. അതാണ് വേണ്ടത്. അല്ലാതെ ഞങ്ങൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ്, ഞങ്ങൾ മറ്റേ തമ്പുരാക്കന്മാരാണ്, ഞങ്ങൾ കസ്റ്റംസിലാണ്, ഞങ്ങൾ എയർപോർട്ടിൽ ഞങ്ങൾ ഭയങ്കര തമ്പുരാക്കന്മാരാന്നുള്ള ഫീലിൽ നിൽക്കുന്ന കുറേ പേരുണ്ട്. ഞാൻ എല്ലാവരും പറയുന്നില്ല, കുറേ പേരുണ്ട്. ഞാൻ കുറച്ച് നല്ല കുറേ പേരെന്ന് ഞാൻ പറയും. എനിക്ക് ഭയങ്കര ദേഷ്യം വന്നത്, കാരണം പച്ചയ്ക്ക് നമ്മളോട് പറയാം നിന്റെ അപ്പിയറൻസ് അല്ലെങ്കിൽ നിന്റെ ലുക്ക് എന്നൊക്കെ നോക്കുന്നുണ്ട് ഇങ്ങനെ അടിമുടി. കാരണം എന്താ പറയുക, ഈ രാജ്യത്തിരുന്നുകൊണ്ട് ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല സത്യത്തിൽ. ഈ രാജ്യത്തിലോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലോ മാത്രമായിരിക്കും ചിലപ്പോൾ ഇങ്ങനെയുള്ളത്. അനുഭവിച്ച ഒരുപാട് പേരുണ്ടാവും. ഞാനത് ആരും ഇങ്ങനെ പറഞ്ഞ് കണ്ടിട്ടോ കേട്ടിട്ടോ അല്ല. ഇപ്പം ഞാനിത് സ്റ്റോറി ഇട്ടപ്പോൾ ഇഷ്ടം പോലെ ആളുകൾ എന്നോട് പറയാം, ചേട്ടാ അനുഭവിച്ചിട്ടുണ്ട്, ചേട്ടാ അനുഭവിച്ചിട്ടുണ്ട്. മോസ്റ്റ്ലി ആണുങ്ങൾ, ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ആണുങ്ങൾ ഏറ്റവും കൂടുതൽ ഷൂസ് അഴിപ്പിച്ചിട്ടുണ്ട്. എന്തിനിടെ കുനിച്ച് നിർത്തി ജഡ്ഡി വരെ അഴിപ്പിച്ചിട്ടുണ്ട്.
ഒന്ന് ആലോചിച്ച് നോക്ക്. ശരി, അവർ എല്ലാവരും ചെയ്താൽ ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയിട്ടാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ സോളിഡ് ആയിട്ട് എന്തെങ്കിലും റീസൺ കൊണ്ടാണെങ്കിൽ ഓക്കെ. സ്കാനറിൽ തപ്പി അവർക്ക് എന്തെങ്കിലും കിട്ടി, അല്ലെങ്കിൽ സസ്പീഷ്യസ് ആയിട്ട് എന്തെങ്കിലും തോന്നി, ഇറ്റ്സ് ഫൈൻ. അതൊന്നുമില്ല. കാഴ്ചയിൽ ഓക്കെ, ചില പോലീസ് ഓഫീസർക്കോ അല്ലെങ്കിൽ ചില ആളുകൾക്കോ കാഴ്ചയിൽ ചിലപ്പോൾ ഒരു ഇത് തോന്നാം, ഒരു ഡൗട്ടോ ക്യൂരിയോസിറ്റിയോ തോന്നാം. എന്നാലും മാന്യമായിട്ടൊന്ന് സംസാരിക്കണ്ടേ? സർ, ആ ബാഗ് ഒന്ന് അവിടെ വയ്ക്കും, നമ്മളൊന്ന് ചെക്ക് ചെയ്യട്ടെ. കഴിഞ്ഞു കഴിഞ്ഞാൽ സാർ ഓക്കെ, വി ആർ ഫൈൻ, ഒരു ചിരിയും തിരിച്ച് വിട്ട് കഴിഞ്ഞാൽ ഹാപ്പിയാണ്. ഇത് അതിന് പകരം എന്തോ അയാളുടെ ഔദാര്യത്തിൽ ഞാൻ മറ്റേ പുറത്തു പോയി തിരിച്ചു വരുന്ന പോലെ ഉണ്ട്. നമ്മൾ കാശും മുടക്കി പോയി തിരിച്ചു വരുമ്പോൾ ഇവൻ്റെയൊക്കെ ഔദാര്യം പിടിച്ച ഓഞ്ഞ മുഖം കാണണം നമ്മൾ. എന്ത് ഗതികേടേ ഇത്. മിനിമം ഉളുപ്പുണ്ടെന്നുണ്ടെങ്കിൽ ആളുകളോട് മര്യാദയ്ക്ക് സംസാരിക്കാനും അങ്ങോട്ട് റെസ്പെക്റ്റ് കൊടുക്കുമ്പോൾ ഇങ്ങോട്ട് റെസ്പെക്റ്റ് കിട്ടും. അത് പഠിക്കുക. പിന്നെ വരുന്ന എല്ലാവരെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. അല്ലാതെ ഒരാളുടെ ലുക്കോ ഒരാളുടെ ഡ്രസ്സിങ്ങോ എൻ്റെ മുടിയോ എൻ്റെ താടിയോ എൻ്റെ ടാറ്റോ എന്ന് പറഞ്ഞ് വേർതിരിവ് കാണിച്ചിട്ട് കൊള്ളാടേ കുറേ എണ്ണം ഈ നാട്ടിൽ. ഞാൻ പറഞ്ഞു ഇപ്പോഴത്തെ ജനറേഷൻ ഇറ്റ്സ് ലൈക്ക് ഫൈൻ. കുറേ എണ്ണങ്ങളുണ്ട് ഈ അങ്ങ് സ്റ്റേജിലെത്തി നിൽക്കുന്നവന്മാർ. ഇവർക്കാണ് ഈ കടിയും പൊട്ടലും. ഈ സായി പറഞ്ഞ കാര്യം എനിക്കും ജീവിത അനുഭവത്തിലുണ്ടായിട്ടുണ്ട്. 2017 ഞാൻ ജോഹർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് വരുമായിരുന്നു. എന്നെ കസ്റ്റംസ് വന്നപ്പോൾ തന്നെ എന്നെ ബ്ലോക്ക് ചെയ്ത് അങ്ങോട്ട് സ്കാനിങ്ങിന് വെക്കാൻ പറഞ്ഞു. ഞാൻ കൊടുത്തു, ഓക്കെ പൊക്കോളം പറഞ്ഞു. ഞാൻ ശ്രദ്ധിച്ച കാര്യം, ഈ താടി ഉള്ളവർ, നമുക്ക് താടി കുറ്റിത്താടിയാണല്ലേ, ക്ലീൻ ഷേവ് ആയിട്ടുള്ളവരോട് അവർക്ക് അത്ര പ്രശ്നമില്ല. ഇതിപ്പോൾ നമ്മൾ ഈ താടി ഉള്ളവർ എല്ലായിടത്തും പ്രശ്നമാണ്. അതൊരു പ്രശ്നക്കാരായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ അവരൊരു പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുള്ളവരായിട്ട് ആണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിലും കസ്റ്റംസിലാണെങ്കിലും കോടതിയിലാണെങ്കിൽ പോലും അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മളൊരു കുറ്റവാളി വരുമ്പം പൊതുവെ താടി ഉണ്ടെന്നുണ്ടെങ്കിൽ കോടതി ഒന്നും നോക്കാറുണ്ട്. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കുറ്റിത്താടിയല്ല, ബൾക്കായിട്ട് താടി ഉണ്ടെങ്കിൽ. ഇനി പോലീസ് ഒരു കേസിൽ കുറച്ച് ആൾക്ക് 6 പേരെ പിടിച്ചെന്ന് വെച്ച്, 6 പേരിനകത്ത് ഒരാൾക്ക് നല്ല ബൾക്കായിട്ട് താടി, ഹെയറൊക്കെ നല്ലോണം തിക്കായിട്ട് ഹെയർ കളറൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസ് ആ ഒരു വ്യക്തിയിൽ ഒന്ന് നോട്ടിടും. ബാക്കിയുള്ളവർ ചിലപ്പം ക്ലീൻ ഷേവ് ആണെന്നില്ല, അപ്പോൾ ബൈ ക്ലീൻ ഷേവ് ചെയ്തവന്മാരായിരിക്കും പ്രശ്നക്കാർ. പക്ഷേ ഈ ഒരു ലുക്ക് ഉള്ള ആളെ അവർ ഈവൻ ക്രൈം ചെയ്യാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ചിലപ്പം കുറ്റം ചെയ്തതായിരിക്കാം, അവന് ചിലപ്പോൾ അങ്ങനെ ഒരു പാസ്റ്റ് കാണാം, ചിലപ്പോൾ അവൻ അങ്ങനെ ഒരു വ്യക്തി ആകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ഇവർ കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. ഒരു പരിധി വരെ അതൊക്കെ ശരിയാണ്, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. കാരണം അവരുടെ ലൈഫ് എക്സ്പീരിയൻസിൽ കൂടെ ഇങ്ങനെയുള്ളവരാണ് കൂടുതലും അലസരായവർ, അല്ലെന്നുണ്ടെങ്കിൽ ജോലിയും കൂലിയും ഇല്ലാത്തവർ എന്നൊക്കെയാണ് പണ്ട് മുതലേയുള്ളൂ മനുഷ്യൻ്റെ ഒരു ധാരണയാണ്. അലസതയാണ് ഇതൊക്കെ. ഇന്നും ഷേവ് ചെയ്ത് മീശയെല്ലാം പഠിച്ച് ഷേവിങ് ക്രീമൊക്കെ തൂത്ത് മുടിയൊക്കെ ടൈമിലി വെട്ടി ക്ലീനാക്കി അടിപൊളി കുട്ടപ്പനായിട്ട് എണ്ണയൊക്കെ വെച്ച് ജീവിക്കുന്നത് അവൻ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ മിടുക്കനാണ്. ഒരു എന്തെങ്കിലും ജോലി ചെയ്യുന്ന ഒരു ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്നൊരു വ്യക്തിയാണ്. അങ്ങനെ അലമ്പൊന്നും കാണിക്കില്ല. മറ്റൊന്ന് അലസതയുള്ള, ഒരു പണിയും കൂലില്ല, ചുമ്മാ തെണ്ടി തിരിഞ്ഞ് നടക്കുന്ന അവൻ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഒരു കോടതി നമ്മൾ കേസ് പെട്ടു, ആ അഡ്വക്കേറ്റ് പറയണം, ആ താടിയൊക്കെ ഒന്ന് വെട്ടി, കുറച്ച് മുടിയൊക്കെ ഒന്ന് വെട്ടി പക്ഷക്കോളത്തി വാടോ എന്ന് നമ്മൾ അഡ്വക്കേറ്റ് പറയും. ഇതാണ് ഇതിൻ്റെ പ്രശ്നം. ഒറ്റ ലുക്കിൽ നമ്മളെങ്ങനെ ജഡ്ജ് ചെയ്യും. അതാണ് ഒരു ബെയിലിന് അപേക്ഷിക്കാൻ കോടതി ചെല്ലുമ്പോൾ നമ്മൾ ഇതൊക്കെ നേരാക്കിട്ട് വാടോ എന്ന് പറയും. ഇനി പോലീസ് സ്റ്റേഷനിലോട്ട് പോകുമ്പോഴും നമ്മൾ കൂടുതലും നാളെ SI വന്ന് കാണും, ഈ കൊല്ലം മാറ്റിയിട്ട് നമ്മളോട് ഫേവറബിളായിട്ട് നിൽക്കുന്ന പോലീസുകാരൻ ആണെങ്കിൽ എന്ന് പറയും. നമ്മളൊരു കോളേജ് അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ ആ താടിയൊക്കെ ഒന്ന് മാറ്റി മനുഷ്യക്കോളത്തി വാടാ, അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. താടിക്കുള്ളത് എന്താണ് പ്രശ്നം? മുടിയുള്ളത് പ്രശ്നമാണ്. ഒരു കോളേജ് അഡ്മിഷൻ എടുക്കാൻ പോകും, ഇതൊക്കെ ഒരു പ്രശ്നമാണ്. നമ്മുടെ നാട്ടിലെ ഈ സമൂഹത്തിലുള്ള അധികാരികൾ അവരിതെല്ലാം ഇങ്ങനെയാണ് വാച്ച് ചെയ്യുന്നത്. കസ്റ്റംസും ഇത് തന്നെയാണ്. നമുക്കറിയാം, അമേരിക്കയിലുണ്ടായ വേൾഡ് ട്രേഡ് സെൻറ്റർ അറ്റാക്കിന് ശേഷം അവർ താടിയുള്ളവരെ കണ്ട അപ്പളെ പിടിക്കും. ഈ കുറ്റി താടി എവിടെയെങ്കിലും കണ്ടാൽ മതി അവരെ ഒരു കാറ്റഗറൈസ് ചെയ്തൊരു മതവിഭാഗമായിട്ടൊരു കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. അവർ തീവ്രമായി എന്തെങ്കിലും ചിന്തിക്കുന്നവരായിരിക്കും. അവരിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാൻ സാധ്യത, മൊത്തം അവനെ ചെക്ക് ചെയ്തോ, അങ്ങനെയാണ് അവർ ചിന്തിക്കുന്നത്. അങ്ങനെ ഒരു അനുഭവം അവർക്ക് ഉണ്ടായതുകൊണ്ട് അവർക്ക് ഭയമാണ്. അവർ കുറ്റം പറ്റുകയല്ല. ഇനിയൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി അവർക്ക് താങ്ങാൻ പറ്റില്ല അമേരിക്കയ്ക്ക്. അതുകൊണ്ട് അവരതുപോലെ, പ്രത്യേകിച്ച് നമ്മളെപ്പോലെ ഏഷ്യൻ ലുക്കുള്ളവർ, യൂറോപ്യൻ ലുക്കുള്ളവർ വിട്ടേക്ക്, ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ആ ഒരു ഭൂട്ടാൻ, നേപ്പാൾ, ആ ഒരു ലുക്ക് ബേസ് നമ്മളൊക്കെ ഉള്ള ശ്രീലങ്കൻ ഒക്കെ വരുന്നവർ അവർ പ്രത്യേകം ശ്രദ്ധിക്കും. അപ്പോൾ സായി വന്നപ്പം സായിയുടെ ഈ ലുക്ക്, താടി, ടാറ്റു, മുടി ഇങ്ങനെ ഹൈ ആയിട്ട് പൊങ്ങി നിൽക്കുന്നു. അപ്പോൾ നോക്കുമ്പോൾ ഇവനെ പ്രശ്നമുണ്ട്, ഇവനെ സാധനം കാണും, ഇവനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുള്ള എന്ന് പുള്ളി അങ്ങ് അസ്യൂം ചെയ്യുകയാണ്. അത് ശരിയാണെന്ന് വെച്ചാൽ അത് മോശമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ലുക്ക് വൈസ് ലുക്കൊക്കെ എന്ത് ക്ലീൻ ഷേവ് ചെയ്തവരാരും ചെയ്യത്തില്ലേ? ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഉടായ്പ കാണിക്കാനും കള്ളത്തരം കാണിക്കാനും ക്രൈം കാണിക്കുന്നതൊക്കെ എങ്ങനെ വേണമുള്ളവരാകാം. പക്ഷേ ഇങ്ങനൊരു ഇതൊരു വർഷങ്ങളായിട്ട് ഇത് ഫോളോ ചെയ്ത് പോവുകയാണ്. ഇവനെ കണ്ടാലറിയാം ഒരു ആറ്റിറ്റ്യൂഡുണ്ട്. ഇത് സായി എന്നല്ല, പല മനുഷ്യരും നേരിട്ടിട്ടുണ്ട്. ആരും അങ്ങനെ തുറന്നു പറഞ്ഞിട്ടില്ല.
വിദേശ രാജ്യത്ത് പോയിട്ട് വരുന്നവർക്കെല്ലാം ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട്. കസ്റ്റംസ് ഓഫീസേഴ്സിൻ്റെ അടുത്ത് ഇപ്പോൾ സായിയുടെ എടാ പോടാന്നൊക്കെ വിളിക്കുന്നത് അത് വളരെ മോശമാണ്. നമ്മൾ സാറിന് വിളിക്കുമ്പോൾ ഇവർ ഗവൺമെൻറ് ഓഫീഷ്യൽസാണ്. ഇന്ത്യ പോലൊരു രാജ്യത്ത് ജനത്തിന് ഡെമോക്രസി നിൽക്കുന്ന രാജ്യത്ത് നമ്മുടെ ഔദാര്യത്തിൽ ഫ്ലൈറ്റിൽ കയറി പോയിട്ട് വന്നവരാണ് ഈ പറഞ്ഞ കസ്റ്റംസ് നമ്മളോട് പെരുമാറുന്നത്. ഫ്ലൈറ്റിന് മുടക്കാൻ പൈസ കൊണ്ടായിട്ട് പോവുകയും ചെയ്യുന്നു വരികയും ചെയ്യുന്നു. അപ്പം പിന്നെ അവരോട് ആ മാന്യതയില്ലാത്തുള്ള പെരുമാറ്റ രീതി വളരെ മോശമാണ്. അത് എല്ലാവരും നേരിടുന്നുണ്ട്. വിദേശ രാജ്യം പോയിട്ട് വരുന്ന എല്ലാവരും അതാരും പറയാനില്ല. പ്രത്യേകിച്ച് സായി പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് പോയിട്ട് വരുമ്പോൾ അത് തന്നെയാണ് എടുത്തു പറയേണ്ട പാടാണ്. ഒറ്റയ്ക്ക് പോയിട്ട് വരും. ഇവിടെ ലേഡീസ് അമ്മയൊക്കെ ആരെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. ഒറ്റയ്ക്ക് പോയിട്ട് വരുമ്പോൾ നമ്മളിതിൻ്റെ എന്തോ ഒരു ഏജൻറ്റാണ്, നമ്മളെന്തോ സാധനമായിട്ട് ഇങ്ങനെ വന്നിരിക്കുമെന്ന് ഒരാളെ അസ്യൂം ചെയ്യുമ്പോൾ മര്യാദ നിങ്ങളെ ഇങ്ങനെ സസ്പീഷ്യസ് ആയിട്ട് കണ്ടു എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുകയാണ്. പിന്നെയും മര്യാദ ചെയ്യാതെ ചുമ്മാ കയറി നിൻ്റെ ലുക്ക് കാരണമാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കസ്റ്റംസിൻ്റെ ഭാഗത്ത് നിന്ന് വ്യക്തമാക്കും നിങ്ങളൊക്കെ ലുക്ക് വെച്ചാണോ ഉന്നത സ്ഥാനങ്ങളിൽ നിൽക്കുന്ന രാഷ്ട്രീയ പദവികളിൽ നിൽക്കുന്ന ഇന്ത്യയുടെ ഭരണത്തിൻ്റെ തന്നെ പടവിലിരിക്കുന്നവരെ നിങ്ങൾ അനലൈസ് ചെയ്യുന്നു. ഒരു പരിധി വരെയൊക്കെ പറ്റുമായിരിക്കും. പക്ഷേ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല. ലുക്കാണ് പ്രശ്നം എന്ന് പറയുമ്പോൾ ലുക്ക് വൈസ് ആണ് പ്രോബ്ലം എന്നൊക്കെ പറയുമ്പോൾ ഒരു പേഴ്സണൽ ഇൻസൾട്ടാണ്. നിങ്ങൾ കസ്റ്റംസ് ഓഫീസറാണ് മത്തി നിൽക്കുന്നത്. എടോ തൻ്റെ ലുക്ക് വെച്ച് കണ്ട് തന്നെ കണ്ട് ഓഫീസറാണ് ആരാടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കെന്ത് മാത്രം ഇൻസൾട്ട് കേട്ടോ. എല്ലാവരും നമ്മൾ കസ്റ്റംസ് ഓഫീസർ സുരേഷ് ഗോപിയെ പോലെ മമ്മൂട്ടിയെ പോലെ മോഹൻലാലിനെ പോലെയൊക്കെ ലുക്ക് ബേസിലാണോ നിൽക്കുന്നത്? അല്ലല്ലോ. അങ്ങനെ അനലൈസ് ചെയ്യില്ല. അത് വളരെ മോശമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ, ടേക്ക് കെയർ.